ഇത് ഹാളിലെ ബോക്സിൻ്റെ കാര്യങ്ങളാണ്. ഒരു ഹാളിലെ ലൈറ്റ് പോയിൻ്റ്, സാധാരണ ഹാളിൽ 12 മോഡുലാറിൻ്റെ ബോക്സാണ് ഹാളിൽ ഉപയോഗിക്കുന്നത്. ഇതകത്തെ റൂമിലേക്ക് സർക്യൂട്ട് പോയിരിക്കുന്നത്, പിന്നെ അടിയിലോട്ട് ടി വിയുടെ ബോക്സ്. സാധാരണ ടി വിക്കൊക്കെ ഇത് എൽ പി എന്ന് പറഞ്ഞാൽ ലൈറ്റ് പോയിൻ്റ്. അത് ഹോം തിയേറ്ററിൻ്റെ ആണ്. ഇതൊരു ലൈറ്റ് പോയിൻ്റാണ്. ഇത് സിറ്റ് ഔട്ടിൻ്റെ ബോക്സാണ്, 8 മോഡുലാർ ബോക്സ്. പിന്നെ ഒരു പൂജാ റൂം, അവിടെ ഒരു 2-ൻ്റെത്, പിന്നെ ഒരു കാളിംഗ് ബെല്ലിൻ്റെത്. പിന്നെ പൂജാ റൂമിനകത്തൊരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമിൽ കയറുമ്പം 6 മോഡുലാറിൻ്റെ ഒരു ബോക്സ്, അത് ഗ്രൗണ്ട് വഴി ഇടേണ്ട ഒരു സാഹചര്യത്തിൽ ഗ്രൗണ്ട് വഴി, ഗൾഫിലൊക്കെ ഗ്രൗണ്ട് വഴിയാണല്ലോ കൂടുതൽ ഇടുന്നത്. ലൈറ്റ് പോയിൻ്റ് ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ 4 മോഡുലാറോ 3 മോഡുലാറോ ബോക്സാണ് സാധാരണ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ. ഇതെല്ലാം കംപ്ലീറ്റ് സിമൻ്റ് അടിച്ച് വരച്ച് വിടണം. ഇത് ബെഡ് സ്വിച്ചിൻ്റെ അടുത്ത് 2 വേക്ക് 3-യുടെയും 6-ൻ്റെയും ഓരോ ബോക്സ്. ഇത് ഡി ബിന്ന് സർക്യൂട്ട് വന്നിരിക്കുന്നതാണ്. താഴെ ഒരു 3 ഫേസ് ഡി ബി ആണ്. താഴെ ഡി ബിയെ പറ്റിയും 3 ഫേസ് ഡി ബിയെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നീട് അതിനെപ്പറ്റി പറയുന്നില്ല. ഡി ബി എപ്പോഴും സ്പിറ്റ് ലെവലോ വാട്ടർ ലെവലോ ഉപയോഗിച്ച് വെക്കുക. സൈഡ് സിമൻറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഡി ബി വെക്കുന്നത് ഗ്രൗട്ട്, അതായത് സിമൻറ്റ് കലക്കി ബാക്കിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത്, വലിയ ഡി ബി ഒക്കെ വയ്ക്കുമ്പോൾ. ഇത് ഇൻവെർട്ടറിൻ്റെ ആണ്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് സാധാരണ ഇൻവെർട്ടറൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അവിടെ ഒരു ലൈറ്റ് പോയിൻ്റ്. ഇത് 12 മോഡലാറിൻ്റെ ഒരു ബോക്സ്, അതിൻ്റെ സർക്യൂട്ട് 2 പൈപ്പ് ഡി ബി എന്ന്. കാര്യം ഈ 2 ഇതിലൂടെ തന്നെയാണ് മുകളിലേക്കുമൊക്കെ സപ്ലൈ പോകുന്നത്. അതൊരു ലൈറ്റ് പോയിൻ്റ്. ഇത് സ്റ്റെയറിൻ്റെ അവിടുത്തെ ഒരു ബോക്സാണ്. സ്റ്റെയർ കയറുമ്പോഴത്തേക്ക് സാധാരണ 2 മോഡുലാറിൻ്റെ ബോക്സാണല്ലോ വയ്ക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റെയറിലും എല്ലാം ലൈറ്റ് വെട്ടി വയ്ക്കുന്ന പരിപാടികളുണ്ട്, LED ലൈറ്റുകൾ. ഇത് ബെഡ്റൂമിൽ 6-ൻ്റെതും കയറുമ്പോൾ 6 ലൈറ്റ് പോയിൻ്റ്, പിന്നെ 2 വേക്ക് 6ഉം 3. ചിലർ 8 വയ്ക്കും, ചിലപ്പം 12 വെച്ചെന്ന് വരും. അത് ഓരോന്ന് കണക്ക് കൂട്ടി വയ്ക്കുക. ഇവിടെ 6-ൻ്റെയും 3-യുടെയും ഓരോ ബോക്സുകൾ. ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊരു 4 മോഡുലാറുണ്ട്. അതായത് ലൈറ്റ് പോയിൻ്റ്, വാട്ടർ ഹീറ്റർ, എക്സാസ്റ്റ് ഫാൻ, ഇതൊക്കെ ഉണ്ട്. 3 ആയാലും കുഴപ്പമില്ല. ഇത് കിച്ചണകമാണ്. കിച്ചണകത്ത് പിന്നീട് 2 6 മോഡുലാറിൻ്റെ 2 ബോക്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ 6 മോഡുലാർ ബോക്സ്. ഇത് മുകളിലത്തെ ഡി ബി ആണ്. ഇത് മുകളിലത്തെ ബെഡ്റൂം കയറുമ്പോൾ ഉള്ള ബോക്സ്, 6-ൻ്റെ ഒരു ബോക്സ്. ഹോൾ ഇട്ടിരുന്ന വെളിയിലോട്ടൊക്കെ സർക്യൂട്ട് പോകാനായിട്ടാണ്. ലൈറ്റ് പോയിൻ്റ് ഒക്കെ വെട്ടിക്കൊണ്ടുവരാനായിട്ട് ജംഗ്ഷനൊക്കെ വെച്ചിരിക്കും. 2 വേയുടേത്. ഇതുപോലെ നല്ല ഹൈറ്റുള്ളൊരു ലാഡർ അത്യാവശ്യമാണ്. എ സിയുടെ പൈപ്പ് വേണമെങ്കിൽ അടിച്ചങ്ങ് പുറത്തുള്ള, അല്ലെ ബോക്സ് വയ്ക്കാം. 2 മോഡുലാറിൻ്റെ ബോക്സ് കൊണ്ട് വയ്ക്കാം. എ സി വയ്ക്കുന്ന ആ ഭിത്തിയിൽ പിന്നെ ലൈറ്റ് പോയിൻ്റ് പാടില്ല. ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ 3 മോഡുലാറിൻ്റെ ഒരു ബോക്സ്. അതായത് ലൈറ്റ് പോയിൻ്റ്, എക്സാസ്റ്റ് ഫാൻ, ഒരു വാട്ടർ ഹീറ്റർ. വാട്ടർ ഹീറ്റർ സോക്കറ്റ് ടൈപ്പ് ഉണ്ട്, അല്ലാതെ ഉള്ളതും ഉണ്ടല്ലോ, സ്വിച്ച് ടൈപ്പും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത് സ്പിരിറ്റ് ലെവൽ ഇത് ഉപയോഗിച്ചിട്ടാണ് ബോക്സ് വയ്ക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വാട്ടർ ലെവൽ ഉപയോഗിച്ച് വയ്ക്കുക. പിന്നെ അതിനൊന്നുള്ള സമയമില്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച്. ഇത് 12 മോഡുലാറിൻ്റെ ബോക്സാണ്.
ഈ പൈപ്പിങ്ങൊക്കെ റോങ് ആണ്, അത് ക്രോസായി കിടക്കുകയാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. ഈ വാഷിംഗ് മെഷീന് വെളിയിലൊരു ബോക്സും പിന്നെ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർ ലൈനും കൊണ്ടുവരണം അല്ലേ. ഇത് മുകളിലത്തെ ആ ബെഡ്റൂം തന്നെയാണ്. ബാത്റൂമിൻ്റെ ഫ്രണ്ടിലെ ബോക്സ് 3 മോഡുലാർ. അപ്പോൾ ഒരു ബെഡ്റൂമിനകത്ത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 മോഡുലാറോ ഒരു 4 മോഡുലാറോ, പിന്നെ ഒരു കയറുമ്പോൾ ഒരു 6 മോഡുലാർ, പിന്നെ 2 അടുത്ത് ഒരു 3ഓ 6ഓ അല്ലെങ്കിൽ 9ഓ. പിന്നെ നമുക്ക് ഫാൾ സീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 12 വയ്ക്കേണ്ടി വരും അല്ലേ. ഒരുപാട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ബെഡിൻ്റെ അടുത്ത് 12 മോഡുലാർ വയ്ക്കേണ്ടി വരും. കയറുന്നിടത്തുമൊക്കെ 12. അങ്ങനെ ഓരോ വീടുകളുടെ പോയിൻ്റ് അനുസരിച്ചൊക്കെ ഇരിക്കും എത്ര അതിൻ്റെ ബോക്സ് വയ്ക്കണമെന്നുള്ളത്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ കണക്ക് കൂട്ടി വയ്ക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. ഇത് കണ്ട, ഇത് റോങ് പൈപ്പിംഗ് ആണ്. അതൊരു ശരിയായ രീതിയല്ല. ഇത് ഓരോരുത്തർ കൂട്ടത്തിലുള്ളവർ കൊണ്ടിടുന്നതാണ്. പിന്നെ അത് കിടന്ന് വെട്ടിയിടുന്നവരും ബോക്സ് വയ്ക്കുന്നവരും കിടന്ന് അനുഭവിക്കും. അങ്ങനെയുള്ളതുണ്ട്. ഒരു കോൺട്രാക്ടറുടെ കീഴിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇവിടെ നേരത്തെ കാണിച്ച് തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ആ ബോക്സ് അകത്തുനിന്ന് ഹോള് ഇങ്ങോട്ട് ആ ലൈൻ വരുന്നത്. അതുപോലെ തന്നെ ഈ ഏരിയയിലൊക്കെ വല്ലാത്ത രീതിയിൽ കൊണ്ടുള്ള പൈപ്പിംഗ് ആണ്. അത് അവസാനം വെട്ടിയിട്ട് തടി വെച്ച് അടിച്ച് മുകളിലേക്ക് ഇത് താഴത്തെ DB നിന്ന് വരുന്ന 2 പൈപ്പ്, പിന്നെ 2-വേയുടെ പൈപ്പ്, സ്റ്റെയറിൻ്റെ 2-വേയുടെ പൈപ്പ്, അടിയിൽ നിന്ന് ആ ബോക്സിലേക്ക് അടിയിൽ നിന്ന് 3 പൈപ്പാണ്, മുകളിൽ നിന്നൊക്കെ പൈപ്പുകൾ. ഇത് അൽക്കത്തിൻ പൈപ്പാണ്. അൽക്കത്തിൻ പൈപ്പിന് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വയർ ഒരുപാടൊക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. ഈ മുകളിൽ കൂടെയൊക്കെ അൽക്കത്തിൻ വാരിയിട്ട് കഴിഞ്ഞാൽ വയർ ഒരുപാടാവും. കാര്യം ഇത് വളഞ്ഞൊക്കെ കിടക്കുമല്ലേ. എപ്പോഴും 20 mm പൈപ്പ് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഇത് ലിൻഡിൽ എന്തുകൊണ്ട് ഈ പൈപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ടൊക്കെ കഴിഞ്ഞ് വരും, ഊരിപ്പോകുമെന്ന് പിന്നെ പേടിക്കണ്ടല്ലോ. ഒറ്റ പൈപ്പല്ലേ. മറ്റേ ഈ 20-യുടെ പൈപ്പാകുമ്പോൾ സോക്കറ്റ് ഇടണം. സോക്കറ്റ് പിന്നെ കെട്ടി നല്ല ബലപ്പിക്കണം. അല്ലെ സോക്കറ്റ് ഊരിപ്പോയി കഴിഞ്ഞാൽ പൈപ്പ് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ലിൻഡിൽ ഇടുന്നത് അൽക്കത്തിനും മുകളിലിടുന്നത് 20 mm കറുത്ത പൈപ്പ് ഇടും.